ഹലോ, ഇന്നലെ നമ്മളെ വീഡിയോ ഇട്ടപ്പോഴേ അതിൻ്റെ ക്യാപ്ഷനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ അവസാന വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇവരെ നമുക്ക് വീട്ടിനകത്തിൽ ഒത്തിരി ദിവസം അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. പിന്നെ അവർ കുറച്ച് വളർന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവരെ ആ ഒറ്റാലിനകത്ത് മാത്രം ഇടാനൊക്കെ ഉള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോഴിയുടെ കൂട് കുറച്ച് ദൂരെയാണ് വീടിൽ നിന്ന് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ അന്നൊന്നും അതിലിടാഞ്ഞത്. അപ്പം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നല്ല മഴയൊക്കെ ആയ കാരണം അവരെ നമ്മൾ കൂട് റെഡിയാക്കി കൂട്ടിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടേ. അപ്പം നമ്മളിങ്ങനെ വൈകിട്ട് വീട്ടിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ആ കോഴിക്കുഞ്ഞുങ്ങളെ കാണാതെ പോയി ഭയങ്കര ഒരു വിഷമമാണ്. അപ്പം ഞാനും സിംബയും കൂടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവരെല്ലാം അപ്പുറേ സൈഡിലാണ് ഇരിക്കുന്നത്. നമ്മളെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ വിളിച്ചപ്പോഴത്തേക്കും ഓടിയും വന്നു. കാരണം അവർ ഇത്രയും ദിവസം ഏകദേശം 1.5 മാസം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് നമ്മുടെ ഒച്ച കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഒരു രാത്രി ഒരു 8:45 9 ആയി കാണുമേ. ആ സമയം അവരെല്ലാം നല്ല ഉറക്കമായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷം, ഓടി വന്നേ നമ്മുടെ സ്വരമൊക്കെ കേട്ടപ്പോഴത്തേക്കും. അവർ പൊതുവേ ഈ സമയത്തൊക്കെ നമ്മുടെ വീട്ടിലാണെങ്കിൽ വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഓടിച്ചാടി നടക്കുന്ന സമയമാണ്. അവർ ഇങ്ങനെ കൂട്ടിലോട്ടൊക്കെ ഇട്ടപ്പം അവർക്ക് സങ്കടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വലിയ കോഴികളൊക്കെ ഉണ്ട്, അവരെല്ലാം മേളിൽ കമ്പിലിരിപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ വെറും കൈയോടെ വരാൻ പറ്റില്ലല്ലോ. വെറുതെ ഒരു മുരിങ്ങയുടെ തോലൊടിച്ച് കൊടുത്താണ്. അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഇലയൊക്കെ കഴിക്കുന്നത്. പക്ഷേ ഇറക്കി വിട്ടാൽ അവരെങ്ങനെ ഇലയൊന്നും കഴിക്കാറില്ല. അല്ലാതെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് അരിഞ്ഞൊക്കെ ഇല ഇട്ട് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കരമായിട്ട് കഴിക്കും അതിങ്ങനെ. അപ്പോൾ നമ്മൾ മുരിങ്ങയിലയും തുളസി ഇലയും ഒക്കെ അങ്ങനെ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 10-15 ദിവസമായിട്ട് മഴയായ കാരണം ഇവരെ അങ്ങനെ നമുക്ക് പുറത്തോട്ട് ഇറക്കി വിടാനും പറ്റുന്നില്ല. അവർക്കും ഒരു സ്വാതന്ത്ര്യം ഇല്ലാതൊക്കെ ഇങ്ങനെ ഇരിക്കുമായതുകൊണ്ട്. അപ്പോൾ ഇവിടെയാണ് അവരുടെ തീറ്റി ട്രേ കേട്ടോ. പക്ഷെ അവർ ഇതിനകത്ത് കൂടി ഇങ്ങനെ ഇറങ്ങും കുഞ്ഞുങ്ങളായതുകൊണ്ട്. സിംബ ഇങ്ങനെ കാണാൻ വേണ്ടി കയറിയതാണ്. സിംബയ്ക്ക് കൊത്തി കിട്ടി, സിംബ ഇറങ്ങിയിട്ടുണ്ട്. സിംബയ്ക്ക് ഇവരോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സിംബയെ കാണുമ്പോഴേ അവർ ഓടിക്കും, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോസ്റ്റിൽ വെട്ടം ഉള്ളതുകൊണ്ട് ഇവർക്കും കുറച്ച് വെട്ടമൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കാണെങ്കിൽ സേഫായിട്ട് കൂടും. പിന്നെ സ്ട്രോങ് ആണ്, പട്ടിയോ പൂച്ചയോ ഒന്നും പിടിക്കുകയൊന്നുമില്ല. അപ്പം അവരിരുന്നിടത്ത് തന്നെ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു കേട്ടോ. അവരിങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ വന്ന് അവിടെ സമാധാനത്തോടെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഒരു വിധത്തിൽ സന്തോഷമാണ്. അവർ സമാധാനമായിട്ട് ഓടിക്കളിച്ച് നടക്കാൻ. പകൽ ഇവരെ അഴിച്ചു വിടത്തില്ല. വലിയ കോഴികളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ സേഫാണ്, ഇവിടെ ഇരുന്നോളും. പക്ഷെ നമ്മളിപ്പോൾ ഇത്രയും ദിവസം ഇവരുടെ ഇങ്ങനെ കിയോ ഒക്കെ കേട്ടിരുന്നിട്ട് നമുക്കത് കേൾക്കാത്തപ്പോൾ ഒരു സങ്കടം. അതിനിറങ്ങിയാണ് കേട്ടോ ഞാനും സിംബയും. ആ വഴിക്ക് അവൻ ഇവിടെ ചിന്തിക്കുന്നു, അവിടെ ശൗചാലയം എന്ന് പറഞ്ഞ് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവൻ എവിടെ പോയാലും അവിടെ ഒരു ഒപ്പ് പതിപ്പിക്കാതെ വരത്തില്ല. അപ്പം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടാറ്റ കൊടുത്തപ്പോഴത്തെ കഷ്ടം. കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലാക്കിയിട്ട് പോരുന്ന പോലെ അവരെല്ലാം നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഭയങ്കര സങ്കടം. പോവുകയാണോ എന്നുള്ള ഒരു ഭാവമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നടന്നു. എനിക്ക് കൂട്ടുവന്ന ആൾ എൻ്റെ കൂടെ ഇല്ല, അവിടെ എവിടെയോ ആയി നോക്കി ഇപ്പോൾ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യവും കൂടെ വിളിച്ചു, നീ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന്, എന്നാലും അവന് കളിയാണ്. പിന്നെ എന്നെക്കാട്ടി മുമ്പിൽ ഓടി വീണ്ടും തിരിച്ചു പോകും. അവന് ഒരു മരം കാണുമ്പോൾ അവിടെ ചാടി കയറി നിൽക്കും. എനിക്കും രാത്രി വേണ്ടിച്ചിട്ട് പേടിയുണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പുള്ളിക്ക് ഉത്തരവാദിത്വം വന്നത്. പോയി പിള്ളേരോടൊക്കെ ബൈ പറഞ്ഞ്. കണ്ടോ, ഇത്രയും നേരം അവിടെ നിന്നവനാണ്. അവനൊന്നുകൂടെ ഒന്ന് പോയി സേഫാണോ അവരൊന്ന് നോക്കിയിട്ട് വരാതിരിക്കാൻ അവന് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ തീരാൻ പോവുകയാണേ. അപ്പോൾ എനിക്ക് കൂട്ടുവന്ന ആളെ കണ്ടല്ലോ, ഭയങ്കര ധൈര്യശാലിയാണ്. ഞാനും ധൈര്യശാലിയാണ്, അവനും ധൈര്യശാലിയാണ്. അവനെ കാണാൻ പോലുമില്ല, അവൻ എവിടെയാണോ എന്തോ. ഒന്ന് നമ്മളൊന്ന് വിളിക്കാമെങ്കിൽ ഓടി നമ്മളെക്കാട്ടി മുന്നേ അങ്ങ് പോകും. പിന്നെ ഇവനെയൊക്കെ കൂട്ടുകൊണ്ടിട്ട് എന്ത് കാര്യമാണോ എന്തോ. ഇതാകണ്ടോ. അപ്പം കുഞ്ഞുമക്കളെ തേടിപ്പോയതാണ് നമ്മൾ കേട്ടോ. പാവങ്ങൾ, ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ അവരവിടെ നിൽക്കുന്നതിൽ അവർ കുറച്ചും കൂടെ സേഫ്. അവർക്ക് ഓടിക്കളിച്ച് നടക്കാമല്ലോ. വെറുതെ ഒരു വട്ടത്തിനകത്ത് കിടക്കുമ്പോഴത്തേക്കും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ. നമ്മളപ്പോൾ ഇങ്ങനെ നമ്മുടെ മുറ്റത്തോട്ട് കയറുമ്പോഴേ നമുക്ക് സങ്കടമാണ്. അവരില്ലാതെ ഇരിക്കുന്ന അവരുടെ പാത്രമാണ് വെള്ളം കുടിക്കുന്ന പാത്രം. അപ്പോൾ അതിവിടോട്ട് എടുത്ത് വെച്ചത് കണ്ടപ്പോഴാണ് എനിക്ക് പോകണമെന്ന് ഭയങ്കരമായിട്ട് തോന്നിയത്. കഴിഞ്ഞ ദിവസം ചെതലിനെയൊക്കെ കഴിച്ച മിറ്റമാണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് വീണ്ടും അവരെ ഓർമ്മ വന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.